നമസ്കാരം, എല്ലാവർക്കും പി കെ ലേണേഴ്സിൻ്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. 2020 വർഷം കേരള PSC വിവിധ പരീക്ഷകൾക്കായി ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പരിശോധിച്ച് വരുന്നത്. അതിൽ തന്നെ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പരിശോധിക്കുന്നത് 2020 കേരള PSC മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. മൗലിക അവകാശങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ് ദ റൈറ്റ് അഗൈൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ? അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ താഴെ തന്നിരിക്കുന്ന ഏത് അനുച്ഛേദമാണ് സ്വയം കുറ്റസമ്മതം പാടുള്ളതല്ല എന്ന രീതിയിൽ ഒരു സ്വാതന്ത്ര്യം നമ്മൾക്ക് വ്യവസ്ഥ ചെയ്തിരിക്കുന്ന അനുച്ഛേദം? ഏത് അനുച്ഛേദത്തിലാണ് ഈ നോ സെൽഫ് ഇൻക്രിമിനേഷൻ, സ്വയം കുറ്റസമ്മതം പാടുള്ളതല്ല എന്നുള്ള രീതിയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? നമുക്ക് ഓപ്ഷൻസ് പരിശോധിച്ച് നോക്കാം. ഇത് വരുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 20 ആണ്. അനുച്ഛേദം 20 ഇത് സംബന്ധിച്ച ആർട്ടിക്കിൾ. ഓക്കെ, പക്ഷേ ഈ ചോദ്യത്തിൽ ആർട്ടിക്കിൾ മാത്രമല്ല ചോദിച്ചിരിക്കുന്നത്, ആർട്ടിക്കിളിനുള്ളിലെ ക്ലോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 20 എന്താണ് നമുക്ക് പരിശോധിക്കാം. ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്, അതായത് കുറ്റസ്ഥാപനം നടത്തുക. കൺവിക്ഷൻ ഫോർ ഒഫൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം സ്ഥാപിക്കുന്നത്. ഒരാൾ കുറ്റം ചെയ്താൽ അത് കുറ്റാരോപിതനാണ്, അക്യൂസ്ഡ് ആണ്. അത് സ്ഥാപിക്കുക എന്നുള്ളതാണ് കൺവിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുറ്റസ്ഥാപനം നടത്തുന്നത് സംബന്ധിച്ച സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവകാശമാണ് നമ്മൾ ആർട്ടിക്കിൾ 20 പരിശോധിക്കുന്നത്. ഇവിടെ നമുക്ക് 3 ക്ലോസാണ് ആർട്ടിക്കിൾ 20 ഉള്ളത്. 21 ഉണ്ട്, 22 ഉണ്ട്, 3 ഉണ്ട്. 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ, എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിക്കാം. 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഡബിൾ ജിയോപാഡി. ഇത് രണ്ടും നമുക്ക് എന്താണെന്ന് വിശദമായി പരിശോധിക്കാം. 23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ സെൽഫ് ഇൻക്രിമിനേഷൻ, സ്വയം കുറ്റസമ്മതം പാടുള്ളതല്ല, അല്ലേ? അതായത് അദ്ദേഹത്തിനെതിരെ, ആ വ്യക്തിക്കെതിരെ നിർബന്ധമായി അയാൾക്കെതിരെ ഒരു കുറ്റസമ്മതമോ അയാൾക്കെതിരെ ഒരു വസ്തുതയോ ഇൻഫർമേഷനോ നൽകുവാനായി നിർബന്ധിക്കുവാൻ പാടുള്ളതല്ല 23 പ്രകാരം. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ സി, 20, ആർട്ടിക്കിൾ 20 ക്ലോസ് 3. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഓരോന്നും പരിശോധിച്ച് നോക്കാം. ആർട്ടിക്കിൾ 23 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ദ റൈറ്റ് അഗൈൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ it states that no person accused of any offences shall be compelled to be a witness against himself or herself. അദ്ദേഹത്തിനെതിരെ സാക്ഷി പറയുവാനായി അദ്ദേഹത്തെ നിർബന്ധിക്കുന്ന യാതൊരു വ്യക്തിയും നിർബന്ധിക്കുവാൻ പാടുള്ളതല്ല. ദിസ് പ്രൊട്ടക്ട്സ് ഇൻഡിവിജ്വൽസ് ഫ്രം ബീയിങ് ഫോഴ്സ്ഡ് ടു ഗീവ് കൺഫെഷൻ ഓർ ഇൻഫർമേഷൻ ദാറ്റ് മേ യൂസ്ഡ് അഗൈൻസ്റ്റ് ദം ഇൻ എ ക്രിമിനൽ കേസ്. ഒരു ക്രിമിനൽ കേസിന് അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കാൻ തക്കത്ത രീതിയിൽ അദ്ദേഹത്തിനെതിരെ ഒരു കുറ്റസമ്മതമോ അദ്ദേഹത്തിനെതിരെ ഒരു അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻഫർമേഷനോ നൽകുവാനായിട്ട് നിർബന്ധിക്കുവാൻ പാടുള്ളതല്ല. അതിൽ നിന്നുള്ള സംരക്ഷണമാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 20 ക്ലോസ് 3 പ്രകാരം നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 23. അപ്പോൾ നമുക്ക് ആർട്ടിക്കിൾ 20 എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. ഇതിലെ 3 ക്ലോസാണ് 21, 2, 3. മറ്റ് 2 ഓപ്ഷൻസ് കൂടെ നമുക്ക് പരിശോധിച്ച് നോക്കാം. 21 എന്താണ്, 22 എന്താണെന്നുള്ളത്. 21 നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ. എന്താണ് നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകാല പ്രാബല്യത്തിലുള്ള നിയമം പാടുള്ളതല്ല. ഒരു ക്രിമിനൽ ലോ എന്ന് പറയുന്നത് മുൻകാല പ്രാബല്യത്തോടുകൂടി നടപ്പാക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ no person shall be convicted of any offence except for violation of a law in force at the time of the commission of the act charged as an offence. ഒരു കുറ്റമായി ആരോപിച്ചിരിക്കുന്ന കൃത്യം, നമ്മൾ എന്തെങ്കിലും ഒരു കൃത്യം ചെയ്യുന്നതാണല്ലോ അത് കുറ്റമായി, ആ കൃത്യമാണല്ലോ കുറ്റമായി ആരോപിക്കപ്പെടുന്നത്.
അങ്ങനെ കുറ്റമായി ആരോപിക്കപ്പെടുന്ന കൃത്യം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ കൃത്യം ചെയ്തിരിക്കുന്ന സമയത്ത്, ക്ലിയർ ആവുന്നുണ്ടല്ലോ. അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കൃത്യമാണ് നമ്മൾക്കെതിരെ അത് കുറ്റമായി ആരോപിക്കപ്പെടുന്നത്. ആ കൃത്യമാണ് നിങ്ങളുടെ കുറ്റം. ആ ചെയ്ത കൃത്യം കുറ്റമായിട്ടാണ് ആരോപിക്കുന്നത്, അല്ലേ? അങ്ങനെ നമ്മൾ ചെയ്ത ഏതെങ്കിലും കൃത്യം കുറ്റമായി ആരോപിക്കുമ്പോൾ ആ കുറ്റമായി ആരോപിക്കപ്പെടുന്ന കൃത്യം ചെയ്തിരുന്ന സമയത്ത് ഒരു നിയമം നിലവിലുണ്ടായിരിക്കുകയും ആ നിയമത്തിൻ്റെ ലംഘനത്തിനല്ലാതെ യാതൊരാളുടെ മേലും കുറ്റം സ്ഥാപിക്കുവാൻ പാടുള്ളതല്ല എന്നാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. കൂടാതെ ആ നിലവിലുണ്ടായിരുന്ന നിയമം നിഷ്കർഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ നിയമപ്രകാരമുള്ള ശിക്ഷ മാത്രമേ നൽകുവാൻ പാടുള്ളൂ. സബ്ജക്റ്റഡ് ടു എ പെനാൽറ്റി ഗ്രേറ്റർ ദാൻ ദാറ്റ് വിച്ച് മൈറ്റ് ഹാവ് ബീൻ ഇൻഫ്ലിക്റ്റഡ് അണ്ടർ ദ ലോ ഇൻ ഫോഴ്സ് അറ്റ് ദ ടൈം ഓഫ് ദ കമ്മീഷൻ ഓഫ് ദ ഒഫൻസ്. ആ കുറ്റം ചെയ്തിരുന്ന സമയത്ത് ആ പ്രാബല്യത്തിലുണ്ടായിരുന്ന നിയമപ്രകാരം എന്ത് ശിക്ഷയാണോ പരമാവധി കൊടുക്കുവാൻ കഴിയുമായിരുന്നത് അതിന് മുകളിലേക്കൊരു ശിക്ഷ കൊടുക്കുവാനും പാടുള്ളതല്ല. ഇതാണ് ആർട്ടിക്കിൾ 21. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആർട്ടിക്കിൾ 22 വരാം. നോ ഡബിൾ ജിയോപാഡി, ഇരട്ട ശിക്ഷ. അതായത് നോ പേഴ്സൺ ഷാൽ ബി പ്രോസിക്യൂട്ടഡ് ആൻഡ് പണിഷ്ഡ് ഫോർ ദ സെയിം ഒഫൻസ് മോർ ദാൻ വൺസ്. ഒരേ കുറ്റത്തിന് ഒന്നിലേറെ തവണ പ്രോസിക്യൂട്ട് ചെയ്യുവാനും ശിക്ഷിക്കുവാനും പാടില്ല. അതിനെയാണ് നമ്മൾ നോ ഡബിൾ ജിയോപാഡി എന്ന് പറയുന്നത്. ഇരട്ട ശിക്ഷ പാടുള്ളതല്ല. ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ പ്രോസിക്യൂട്ട് ചെയ്ത് ശിക്ഷിക്കുവാൻ പാടുള്ളതല്ല. ഇതാണ് 22, നോ ഡബിൾ ജിയോപാഡി. അപ്പോൾ ആർട്ടിക്കിൾ 20യുടെ 3 ക്ലോസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 21 നോ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ, ആർട്ടിക്കിൾ 20 ക്ലോസ് 2 നോ ഡബിൾ ജിയോപാഡി, ആർട്ടിക്കിൾ 23 നോ സെൽഫ് ഇൻക്രിമിനേഷൻ. അതാണ് നിങ്ങളുടെ ആൻസറായിട്ട് വന്നിരിക്കുന്ന 23 ഓപ്ഷൻ സി, സെൽഫ് ഇൻക്രിമിനേഷൻ. ചോദിച്ചിരിക്കുന്നത് അസിസ്റ്റൻറ്റ് ലേബർ ഓഫീസർ ഗ്രേഡ് 2 ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ആ പരീക്ഷയ്ക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൈറ്റ് ടു ലൈഫ് ഡസ് നോട്ട് ഇൻക്ലൂഡ് റൈറ്റ് ടു ഡൈ. ഇറ്റ് വാസ് ഹെൽഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസ്. അസിസ്റ്റൻറ്റ് ലേബർ ഓഫീസറിന് തന്നെ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. അതായത് നമുക്കറിയാം ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവിക്കുവാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ഓക്കെ, അപ്പോൾ ഈ ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ഇതിലെന്തൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുള്ളത് എന്താണ് സുപ്രീം കോടതി വിവിധ കേസുകളിൽ അതിൻ്റെ ജഡ്ജ്മെൻറ്റിൽ, അതിൻ്റെ വിധിന്യായത്തിൽ, അല്ലെങ്കിൽ സുപ്രീം കോടതി ആ കേസുകളിലൊക്കെ തന്നെ പല പല കേസുകളിലായിട്ട് എന്തൊക്കെ അവകാശങ്ങളാണ് ഈ ആർട്ടിക്കിൾ 21 ഉൾക്കൊണ്ടിരിക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നുള്ളതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾക്കറിയാം ഇപ്പോൾ റൈറ്റ് ടു പ്രൈവസി, അങ്ങനെയുള്ള ഒരുപാട് റൈറ്റുകൾ 21, റൈറ്റ് ടു ഇൻഫർമേഷൻ, അല്ലേ, ഇങ്ങനെയുള്ള സാധനം, റൈറ്റ് ടു ലൈവ്ലിഹുഡ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സുപ്രീം കോടതി അപ്ഹോൾഡ് ചെയ്തിട്ടുണ്ട് പല കേസുകളിലായിട്ട്. ചില കേസുകളൊക്കെ നമ്മൾ മത്സര പരീക്ഷ അധിഷ്ഠിതമായി പഠിച്ചു വെക്കേണ്ടതുമുണ്ട്. അപ്പോൾ അതിലൊരു ചോദ്യമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അങ്ങനെ ഈ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ഡൈ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ കേസ് ഏതെന്നുള്ളതാണ് ചോദ്യം. നമുക്കിതിൻ്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഓപ്ഷനിൽ കാണുന്ന ഈ ഒരു കേസുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. മറ്റ് 2 കേസും ഇതുമായി ബന്ധപ്പെട്ട കേസൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് നമ്മൾ പോകുന്നില്ല. ഓപ്ഷൻ എയിൽ കാണുന്ന കേസും ഓപ്ഷൻ സിയിൽ കാണുന്ന കേസുമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻ എ എന്ന് പറയുന്നത് VOJ എന്നാണ് കാണുന്നത്. അതിലൊരു ചെറിയ സാങ്കേതിക പിഴവുണ്ട്. VOJ അല്ല, UOJ എന്നാണ് നിങ്ങൾ ഓപ്ഷനിൽ കാണുന്നത്. UOI ആണ്. ജെ എന്ന് കൊടുത്തിരിക്കുന്നത് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ഷോർട്ട് ഫോം ആയിട്ടുള്ള UOI ആണ് വരേണ്ടത്. ജെ എന്നാണ് കാണുന്നത്. ഓക്കെ, അത് തെറ്റാണ്. അപ്പോൾ ഈ 2 കേസ് എന്താണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഓക്കെ, ആൻസർ സി ആണ്. ആ സിയിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻ ഗ്യാൻ കൗർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസ് 1996 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻ സി ആണ്. ഇതാണ് ആൻസർ. ഈ കേസിലാണ് റൈറ്റ് ടു
ലൈഫിൽ റൈറ്റ് ടു ഡൈ ഉൾക്കൊള്ളുന്നില്ല, ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞത്. ഇപ്പം 1996 കേസ്, 1996 കേസാണ്. ഈ കേസിൽ സുപ്രീം കോടതി അഭിപ്രായപ്പെട്ട എന്താണ്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹെൽഡ് ദാറ്റ് റൈറ്റ് ടു ലൈഫ് അണ്ടർ ആർട്ടിക്കിൾ 21 ഡസ് നോട്ട് ഇൻക്ലൂഡ് റൈറ്റ് ടു ഡൈ. ജീവിക്കാനുള്ള അവകാശമായിട്ടുള്ള അനുച്ഛേദം 21 മരിക്കുവാനുള്ള അവകാശം നമുക്കില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദ കോർട്ട് അപ്ഹെൽഡ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് സെക്ഷൻ 309 അറ്റംപ്റ്റ് ടു സൂയിസൈഡ്. പഴയ IPC സെക്ഷനാണ് 309. IPC സെക്ഷൻ 309 എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ്. നമ്മൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് കുറ്റമായി കണക്കാക്കുകയും അതിന് ശിക്ഷയും IPC 309 പ്രകാരം നിഷ്കർഷിച്ചിരുന്നു. അപ്പം നമ്മൾക്ക് ജീവിക്കാനുള്ള അവകാശത്തിൽ മരിക്കാനുള്ള അവകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ IPC ഈ 309 വകുപ്പ് എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമല്ല. അത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി സുപ്രീം കോടതി ശരിവെച്ചു. മനസ്സിലായല്ലോ? 309 എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമല്ല. കാരണം ജീവിക്കാനുള്ള അവകാശത്തിൽ മരിക്കുവാനുള്ള അവകാശം ഉൾക്കൊള്ളുന്നില്ല എന്നാണ് ഗ്യാൻ കൗർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസ് 1996 സുപ്രീം കോടതി പറഞ്ഞത്. അങ്ങനെ ഉൾക്കൊള്ളാത്തത് കൊണ്ട് തന്നെ IPC 309 പ്രകാരമുള്ള അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് എന്ന് പറയുന്ന ആ ഒരു സെഷൻ എന്താണ്? ഭരണഘടനാ വിരുദ്ധമല്ല. ഭരണഘടനാ സാധുത എന്ത് ചെയ്തു? അപ്ഹെൽഡ് ചെയ്തു, കോടതി അംഗീകരിച്ചു. മനസ്സിലായല്ലോ? പക്ഷെ നേരെ മറിച്ച് എന്താണ്? It clarified that Article 21 guarantees protection of life and personal liberty but does not include within the right to terminate one's own life. പറഞ്ഞതെന്താണ്? ആർട്ടിക്കിൾ 21 പറയുന്നത് ജീവിക്കുവാനും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശമൊക്കെ നൽകുന്നുണ്ട്. അതിനർത്ഥം ജീവിക്കാനുള്ള അവകാശം നമുക്കുണ്ട് എന്നതിനർത്ഥം മരിക്കാനുള്ള അവകാശം ഉണ്ടെന്നല്ല. അപ്പോൾ ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ? പക്ഷേ ഇതിന് മുന്നൊരു കേസുണ്ട്. അതാണ് നിങ്ങൾ ഓപ്ഷൻ എയിൽ കാണുന്ന കേസ്. മനസ്സിലായല്ലോ? ആ കേസിൽ എന്താണ് സുപ്രീം കോടതി പറഞ്ഞു നമുക്ക് നോക്കാം. R. രത്നം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1994, 2 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? വേർ ദ കോർട്ട് ഡിക്ലെയർഡ് സെക്ഷൻ 309 ഓഫ് ദ ഇന്ത്യൻ പീനൽ കോഡ് വിച്ച് ക്രിമിനലൈസ്ഡ് attempted suicide as unconstitutional, holding it violated Article 21 of the Constitution, establishing that the right to life implicitly includes the right to die. അതായത് 94 കേസിൽ എന്താ പറഞ്ഞത്? റൈറ്റ് ടു ലൈഫ്, അതായത് ജീവിക്കുവാനുള്ള അവകാശത്തിൽ മരിക്കുവാനുള്ള അവകാശവും നമുക്കുണ്ട്, ഇൻക്ലൂഡ്സ് എന്നാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ? ഓക്കെ. അതുകൊണ്ട് തന്നെ എന്താണ്? അതുകൊണ്ട് തന്നെ IPC 309, അതായത് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് ക്രിമിനലൈസ് ചെയ്ത സെക്ഷൻ, ആ സെക്ഷൻ എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞു? അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. കാരണം അത് ഭരണഘടനാപരമായി ആർട്ടിക്കിൾ 21 പ്രകാരം നമുക്ക് ജീവിക്കാനുള്ള അവകാശത്തിൽ മരിക്കുവാനുള്ള അവകാശവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻക്ലൂഡ് ദ റൈറ്റ് ടു ഡൈ ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ മരിക്കുവാനായി ശ്രമിച്ച് പരാജയപ്പെടുന്ന ഒരിക്കലും നമുക്കൊരു ക്രിമിനൽ ഒഫൻസായിട്ട് കാണാൻ കഴിയില്ല, അതിനെ ക്രിമിനലൈസ് ചെയ്യാൻ കഴിയില്ല. അത് ഭരണഘടനാ വിരുദ്ധമാണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് 94 ഈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു. ഇതാണ് സുപ്രീം കോടതി തിരുത്തിക്കൊണ്ട് 96 എന്ന് പറഞ്ഞത് ഗ്യാൻ കൗർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസ് 1996 അങ്ങനെ ഉൾക്കൊള്ളുന്നൊന്നുമില്ല. മരിക്കാനുള്ള അവകാശമൊന്നും റൈറ്റ് ടു ലൈഫിൽ ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ IPC സെക്ഷൻ 309 അത് ഭരണഘടനാ വിരുദ്ധമല്ല എന്നാണ് പറഞ്ഞത്. ഈ 2 കേസ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ഓക്കെ. 94 കേസും 96 കേസും. ഓക്കെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് IPC മാറി, ഇപ്പോൾ നമുക്ക് BNS ഭാരതീയ ന്യായ സംഹിതയാണ്. ഇതിനകത്ത് ഈ 309 കറസ്പോണ്ടിങ് ആയിട്ടൊരു സെക്ഷൻ ഇല്ല എന്നുള്ള അബറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡ്, അതായത് ആത്മഹത്യ പ്രേരണ എന്ന് പറയുന്ന ഒരു കുറ്റമായിട്ട് IPCയിലുണ്ടായിരുന്നത് പോലെ തന്നെ BNSലുമുണ്ട്. BNSൻ്റെ സെഷൻ 108 108 മനസ്സിലായല്ലോ?
ഓക്കെ. പക്ഷേ ഈ 309 IPCയുടെ 309 കറസ്പോണ്ടിങ് ആയിട്ടൊരു സെക്ഷൻ BNS ഇല്ല എന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വിച്ച് റൈറ്റ് വാസ് റിമാർക്ക്ഡ് ബൈ ഡോക്ടർ BR അംബേദ്കർ ആസ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഡയറക്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾക്കറിയാം, ഒട്ടനവധി തവണ PSC പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. ഇവിടെയും അസിസ്റ്റൻറ്റ് ലേബർ ഓഫീസർക്കാണ് ചോദിച്ചിരിക്കുന്നത്, ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ച റൈറ്റ് ഏതാണ്, മൗലികാവകാശം ഏതാണ്, അവകാശം ഏതാണെന്നുള്ളത്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഭരണഘടനയുടെ ഭാഗം 3, അതായത് മൗലിക അവകാശം ഉൾക്കൊള്ളുന്ന ഭാഗം 3-ൽ നമുക്ക് ആർട്ടിക്കിൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 14 മുതൽ 32 വരെയുള്ള അവകാശങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആർട്ടിക്കിൾ 14 ടു ആർട്ടിക്കിൾ 13 ടങ് സ്ലിപ്പാണ്. ആർട്ടിക്കിൾ 14 ടു ആർട്ടിക്കിൾ 32 വരെ നമ്മൾ പഠിക്കുമ്പോൾ ഒട്ടനവധി അവകാശങ്ങൾ നമുക്ക് ഭരണഘടന വ്യവസ്ഥ ചെയ്ത് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിൽ. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ നമുക്ക് നൽകുമ്പോഴും ഇത് നൽകാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് ലഭിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് ലംഘിക്കപ്പെടുമ്പോൾ അതിനുള്ള പരിഹാരമാർഗം, അതിനുള്ള റെമഡി, കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി, മനസ്സിലായല്ലോ, അതിനുള്ള ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരമാർഗവും കൂടി ഭരണഘടനയിലില്ല എങ്കിൽ ഈ നമുക്ക് നൽകിയിരിക്കുന്ന മൗലിക അവകാശങ്ങൾക്കൊന്നും തന്നെ ഒരു പ്രസക്തിയുമില്ല. പേരിന് വേണ്ടി അവിടെ ഉണ്ടു എന്നതിനപ്പുറത്തേക്ക് അത് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പരിഹാര മാർഗവും കൂടി ഇല്ല എങ്കിൽ ഈ തന്നിരിക്കുന്ന മൗലിക അവകാശങ്ങൾ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ മൗലിക അവകാശങ്ങൾക്കൊക്കെ ഇത്രയേറെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ ഇത്രയേറെ ഒരു സാങ്ക്ടിറ്റി ലഭിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള പരിഹാര മാർഗങ്ങളും ഭരണഘടന വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. അങ്ങനെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലേ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ 32 അനുച്ഛേദം 32-നെയാണ് ഡോക്ടർ BR അംബേദ്കർ എന്തെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഭരണഘടനയുടെ ഹൃദയവും, ഹാർട്ട് ആൻഡ് സോൾ, ആത്മാവും എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം അതിനെ അങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതില്ല എങ്കിൽ ഈ നമുക്ക് നൽകിയിരിക്കുന്ന മൗലിക അവകാശങ്ങൾ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ള സത്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ 32, ഇതിനെയാണ് BR അംബേദ്കർ അങ്ങനെ വിശേഷിപ്പിച്ചത്. ഓക്കെ, BR അംബേദ്കർ ഡിസ്ക്രൈബ്ഡ് ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് as the heart and soul of the constitution. This right allows citizens to directly approach the Supreme Court for enforcement of fundamental rights. മൗലിക അവകാശങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനായി അത് നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ ദുരിതമനുഭവിക്കുന്ന അഗ്രീവ്ഡ് പേഴ്സൺ ആണെങ്കിൽ അവർക്ക് നേരിട്ട് അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കുവാൻ കഴിയും. ആർട്ടിക്കിൾ 32 പ്രകാരം അങ്ങനെ സമീപിക്കുമ്പോൾ ഇറ്റ് എംപവർ ദ കോഡ് ടു ഇഷ്യൂ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ, കോടതികൾക്ക് റിട്ടുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് ആ മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കുവാൻ കഴിയും, അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുവാൻ കഴിയും. അങ്ങനെ കോടതികൾക്ക് സുപ്രീം കോടതികൾക്കല്ല, അത് ആർട്ടിക്കിൾ 226 കൂടെ വരുമ്പോൾ ഹൈക്കോടതിയും കൂടെ വരും. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്ക് 5 റിട്ടുകളാണ് പുറപ്പെടുവിക്കാൻ കഴിയുന്നത് അല്ലേ? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെറിഷോറി, കോവാറണ്ടോ. ഈ റിട്ടുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് മൗലികാവകാശങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയും, അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുവാൻ കഴിയും. അംബേദ്കർ എംഫസൈസ്ഡ് ദാറ്റ് വിത്തൗട്ട് ദിസ് റൈറ്റ്, ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ ഈ അവകാശങ്ങളൊന്നും ഇല്ലെങ്കിൽ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വുഡ് ബി മീനിങ്ലെസ്, ഒരർത്ഥവുമില്ല മറ്റ് മൗലികാവകാശങ്ങൾ കൊണ്ട്. ബിക്കോസ് ദർ വുഡ് ബി നോ ഗ്യാരൻറ്റീഡ് മെത്തേഡ് ടു എൻഫോഴ്സ് ദം. ആർട്ടിക്കിൾ 32 ഇല്ലെങ്കിൽ ഒരു ഗ്യാരൻറ്റീഡ് മെത്തേഡ്, ഒരു ഉറപ്പുള്ള പ്രക്രിയ അല്ലെങ്കിൽ ഒരു നടപടിക്രമം, ഇത് മൗലികാവകാശങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് ഉറപ്പുള്ളൊരു നടപടിക്രമം ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 32 ഇല്ലെങ്കിൽ ഉള്ളൊരു വിഷയം. അതുകൊണ്ടാണ് BR അംബേദ്കർ അതിനെ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി അതിലെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ആ ചോദ്യത്തിലെ മറ്റ് ഓപ്ഷൻസ്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, സംസാരത്തിനും സ്പീച്ച് ആൻഡ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ,
ആശയപ്രകടനത്തിനും എന്താണ് സ്വാതന്ത്ര്യം നൽകുന്നത്? ആർട്ടിക്കിൾ 19(1) ക്ലോസ് 1 സബ് ക്ലോസ് എ, ആർട്ടിക്കിൾ 19(1)(a). ഇതാണ് നമ്മൾ ഫ്രീഡം ഓഫ് പ്രസ് എന്നൊക്കെ പറയുന്നത് അല്ലേ. പിന്നെ റൈറ്റ് ടു റിലീജിയൻ നമുക്കറിയാം, ആർട്ടിക്കിൾ 25 to 28 വരെയുള്ള ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള അനുച്ഛേദങ്ങളാണ് റൈറ്റ് ടു റിലീജിയൻ എന്ന് പറയുന്നതും. ഓക്കെ, ഇനി റൈറ്റ് ടു എഡ്യൂക്കേഷൻ അറിയാം, ആർട്ടിക്കിൾ 21(a). ഇതൊക്കെയാണ് അത് ഓപ്ഷനുമായി ബന്ധപ്പെട്ട കറസ്പോണ്ടിങ് ആർട്ടിക്കിൾസ്. 19(1)(a) അല്ലേ, ആർട്ടിക്കിൾ 25 to 28, 21(a). അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. റൈറ്റ് ടു ലൈവ്ലിഹുഡ് ഈസ് ആൻ ഇൻ്റഗ്രൽ ഫേസറ്റ് ഓഫ്. അപ്പം നേരത്തെ വന്ന അതേപോലെ ഒരു ചോദ്യമാണ് അല്ലേ, മുന്നേ വന്ന ഈ റൈറ്റ് ടു ഡൈ, മരിക്കുവാനുള്ള നമ്മുടെ അവകാശം. അങ്ങനെ ഒരു അവകാശം റൈറ്റ് ടു ലൈഫിൻ്റെ ഭാഗമാണോ എന്നുള്ളതാണ്. മനസ്സിലായില്ല. സെയിം രീതിയിലുള്ളൊരു ചോദ്യമാണ് റൈറ്റ് ടു ലൈവ്ലിഹുഡ്. മനസ്സിലായല്ലോ. റൈറ്റ് ടു ലൈവ്ലിഹുഡ് എന്ന് പറഞ്ഞാൽ ജീവന എന്ന് പറഞ്ഞാൽ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്, ജീവനോപായം. മനസ്സിലായല്ലോ. എന്ത് അവകാശമാണ്? ലൈവ്ലിഹുഡിനുള്ള അവകാശം. റൈറ്റ് ടു ലൈവ്ലിഹുഡ്, മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് എന്ന് പറഞ്ഞാൽ ജീവനോപായം എന്നൊക്കെ പറയും നമ്മൾ. ജീവനം, ലൈവ്ലിഹുഡ്. ഓക്കെ, ജീവനോപായം, മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. അപ്പോൾ എന്താണ് ഇത്? ഈ ലൈവ്ലിഹുഡ്, റൈറ്റ് ടു ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് അല്ലേ, ഈ എന്തിൻ്റെ ഭാഗമാണ്? വെരി സിമ്പിൾ. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആൻസർ കിട്ടി കാണും. എന്താണ്? റൈറ്റ് ടു അസംബിൾ, സമ്മേളിക്കുവാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണോ ലൈവ്ലിഹുഡ് എന്ന് പറഞ്ഞാൽ, ജീവനം എന്ന് പറയുന്ന സാധനം? റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണോ? അല്ല, ഇത് ഉറപ്പായിട്ടും എന്താണ്? ആർട്ടിക്കിൾ 21 ഭാഗമാണ്. അനുച്ഛേദം 21 എന്ന് പറയുന്ന റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ അതിൽ ഉൾക്കൊള്ളുന്ന സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കുറേ റൈറ്റുകളിൽ ഒന്നാണ് ഈ റൈറ്റ് ടു ലൈവ്ലിഹുഡും എന്ന് പറഞ്ഞാൽ ആൻസർ സി ആണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് നോക്കാം. എക്സ്പ്ലനേഷൻ: ദ റൈറ്റ് ടു ലൈവ്ലിഹുഡ് ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ സുപ്രീം കോർട്ട് ആസ് പാർട്ട് ഓഫ് ആർട്ടിക്കിൾ 21, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അത് ഏത് കേസിലാണെന്ന് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേസ് അല്ലേ. ഓൾഗ ടെല്ലിസ് വേഴ്സസ് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ 1985. The court held that right to life includes the right to livelihood because no person can live without the means of livelihood. ജീവനോപായങ്ങൾ, മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്, ഇതില്ലാതെ ഒരു വ്യക്തിക്കും ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ആർട്ടിക്കിൾ 21 പ്രകാരം നമുക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതിനുള്ള ജീവനോപായങ്ങൾ നമ്മുടെ മുന്നിലില്ലെങ്കിൽ ജീവിക്കാൻ ആർക്കും കഴിയില്ല അല്ലേ. ഇപ്പോൾ ജീവിക്കണമെങ്കിൽ ജീവനോപായം വേണം. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി 1985 ഈ കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓൾഗ ടെല്ലിസ് വേഴ്സസ് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ. ഈ കേസിലാണ് സുപ്രീം കോടതി എന്ത് അഭിപ്രായപ്പെട്ടത്? റൈറ്റ് ടു ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയിൽ പെടുന്ന സാധനമാണ്. കാരണം റൈറ്റ് ടു ലൈഫ് ഇൻക്ലൂഡ് ദ റൈറ്റ് ടു ലൈവ്ലിഹുഡ് ബിക്കോസ് നോ പേഴ്സൺ ക്യാൻ ലൈവ് വിതൗട്ട് ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. ജീവനോപായങ്ങൾ ഇല്ലാതെ, ജീവിക്കാനുള്ള ഉപായങ്ങളില്ലാതെ എങ്ങനെ നമ്മൾ ജീവിക്കുമെന്നുള്ളതാണ് സുപ്രീം കോടതി. അങ്ങനെ ഒരു വ്യക്തിക്കും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ റൈറ്റ് ടു ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശമായ ആർട്ടിക്കിൾ 21 ഭാഗമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ കേസാണ്, ഏത് കേസാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. ഇനി അതിലെ മറ്റ് ഓപ്ഷൻസ് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇതിപ്പോൾ ആർട്ടിക്കിൾ 21 ഭാഗമാണ്. അപ്പോൾ ഓപ്ഷൻ സി. പിന്നെ റൈറ്റ് ടു അസംബിൾ. എന്താ റൈറ്റ് ടു അസംബിൾ? ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത്? ചില സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് ഭരണഘടന നൽകുന്നല്ലേ ആർട്ടിക്കിൾ 19 പ്രകാരം. അതിലൊന്നാണ് നിങ്ങൾ നേരത്തെ കണ്ട സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ആർട്ടിക്കിൾ 19(1)(a). ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ നിങ്ങൾ കണ്ടു, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അത് കഴിഞ്ഞ് 19(1)(b) വരുന്നുണ്ട്. അവിടെ എന്താണ് പറയുന്നത്? അവിടെയാണ് നമ്മൾ പറയുന്ന റൈറ്റ് ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്, ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള അവകാശം. അപ്പോൾ അത് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് ബി. റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14. ഇത് ആർട്ടിക്കിൾ 21 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ അതാണ് നിങ്ങളിതാ ഇവിടെ കാണുന്നത്. റൈറ്റ് ടു അസംബിൾ ആർട്ടിക്കിൾ 19(1)(b), റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ന്യൂനപക്ഷങ്ങളുടെ താല്പര്യ സംരക്ഷണം ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ ഉൾപ്പെടുന്നു? നമുക്കറിയാം
ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? നമുക്കിതിൽ ഓരോ ആർട്ടിക്കിളും പരിശോധിച്ച് നോക്കാം. ആർട്ടിക്കിൾ 32 നിങ്ങൾക്ക് എക്സ്പ്ലിസിറ്റ്ലി നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് അത്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്, ഭരണഘടന പരിഹാര മാർഗ്ഗങ്ങൾക്കുള്ളതാണ് അല്ലേ. ഭരണഘടനാപരമായിട്ടുള്ള പരിഹാര മാർഗ്ഗങ്ങൾക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതല്ലാന്നറിയാം. ആർട്ടിക്കിൾ 21A നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം അല്ലേ. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് രാഷ്ട്രം സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നുള്ളതൊരു മൗലിക അവകാശമാണെന്നുള്ള രീതിയിൽ ആർട്ടിക്കിൾ 21A നമുക്കറിയാം. പിന്നെ ഉള്ളത് 27ഉം 29ഉം ആണല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു 25 to 28 എന്ന് പറയുന്നത് റൈറ്റ് ടു റിലീജിയനാണ് അല്ലേ. മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് 25 മുതൽ 27 വരെയുള്ള അനുച്ഛേദങ്ങൾ. പിന്നെ നമുക്ക് ബാലൻസ് ഉള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 29 ഓപ്ഷൻ ബി. അപ്പോൾ ന്യൂനപക്ഷ സംരക്ഷണം ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ ഉൾപ്പെടുന്നു എന്ന് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 29 ആണ്. നമുക്ക് ആർട്ടിക്കിൾ 29 എന്താണെന്ന് നോക്കാം. ന്യൂനപക്ഷ താല്പര്യങ്ങളുടെ സംരക്ഷണം. അവിടെ എന്തൊക്കെ ആണ് സംരക്ഷിക്കപ്പെടുന്നതോടെ നോക്കാം. ആർട്ടിക്കിൾ 29(1) ആർട്ടിക്കിൾ 29ൻ്റെ ക്ലോസ് 1 എന്താ പറയുന്നത്? ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്തോ അതിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ താമസിച്ചു വരുന്ന പൗരന്മാരിൽ, ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, പൗരന്മാരിലാണ്. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 29 എന്ന് പറയുന്നത് ആർക്ക് മാത്രമേ ബാധകമുള്ളൂ? സിറ്റിസൺസിന് മാത്രമേ ബാധകമുള്ളൂ അല്ലേ. നമ്മൾ ഭരണഘടന പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണല്ലേ ആർട്ടിക്കിൾ 15, 16, 19, 29, 30 ഒക്കെ ആർക്കാണ് ബാധകമാവുന്നുള്ള രീതിയിൽ. കാരണം ഇത് 29 പൗരന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഭിന്നമായിട്ടുള്ളൊരു ഭാഷയോ ലിപിയോ സംസ്കാരമോ സ്വന്തമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഭിന്നമായ ഭാഷ, അത് ഭാഷാ ന്യൂനപക്ഷമാകാം. മനസ്സിലായില്ലേ? അപ്പോൾ ലിപിയോ സംസ്കാരമോ സ്ക്രിപ്റ്റ് കൾച്ചർ അത് വളരെ ഭിന്നമായി നിൽക്കുന്ന പൗരന്മാരിൽ സ്വന്തമായുള്ള അങ്ങനെ സ്വന്തമായിട്ടുള്ള ഏതൊരു വിഭാഗത്തിനും അത് അവർക്ക് ആ ഭിന്നമായ ഭാഷ ലിപി സംസ്കാരം അത് സംരക്ഷിക്കുന്നതിന് അവകാശമുണ്ടായിരിക്കുന്നതാണ്. അതാണ് ന്യൂനപക്ഷ താല്പര്യങ്ങളുടെ സംരക്ഷണം എന്നുള്ള രീതിയിൽ ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് ആ ന്യൂനപക്ഷങ്ങൾക്ക്, ഏത് ന്യൂനപക്ഷങ്ങൾക്ക് ഈ ഭിന്നമായ ഭാഷയോ ലിപിയോ സംസ്കാരമോ സ്വന്തമായുള്ള ഏതൊരു വിഭാഗത്തിനും അത് സംരക്ഷിക്കുന്നതിന് അവകാശമുണ്ടായിരിക്കുന്നതാണ്. അതാണ് ആർട്ടിക്കിൾ 29(1) പറയുന്നത്. തൊട്ടടുത്ത ക്ലോസായ 29(2) എന്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. രാഷ്ട്രം സംരക്ഷിക്കുന്നതോ രാഷ്ട്രത്തിൻ്റെ നിധിയിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നതോ, രാഷ്ട്രം എന്ന് പറയുന്നത് സ്റ്റേറ്റ് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാൻഡ് എയ്ഡിൽ പ്രവർത്തിക്കുന്നു, അതിൻ്റെ സഹായധനത്തിൽ പ്രവർത്തിക്കുന്നതായ, ഇപ്പം നമ്മൾ എയ്ഡഡ് എന്നൊക്കെ പറയുള്ളൂ, മറ്റേ ഗവൺമെൻറ് ഓൺഡ് ആൻഡ് എയ്ഡഡ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ആയ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മതം, വർഗം, ജാതി, ഭാഷ എന്നിവയോ അവയിൽ ഏതെങ്കിലും ഒന്നിനെയോ മാത്രം അടിസ്ഥാനമാക്കി യാതൊരു പൗരനും പ്രവേശനം നിഷേധിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഇത്തരത്തിൽ വിഭിന്നമായിട്ടുള്ള അല്ലെങ്കിൽ ഭിന്നമായിട്ടുള്ള ഭാഷാ ലിപി സംസ്കാരമുള്ളവരെ സംബന്ധിച്ച് അവരെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ അടിസ്ഥാനമാക്കി യാതൊരു പൗരൻ്റെയും പ്രവേശനം, അഡ്മിഷൻ പോലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും കാണിക്കാനോ നിഷേധിക്കുവാനോ പാടുള്ളതല്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 29(2) പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 29 2 ക്ലോസാണ് നമുക്കുള്ളത്. 29(1) and 2 ഇത് വളരെ കൃത്യമായി നോക്കി വെച്ചിരിക്കുക. 29(1) എന്താണ്, 2 എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ രാഷ്ട്രം സംരക്ഷിക്കുന്നതോ രാഷ്ട്രത്തിൻ്റെ നിധിയിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നതോ ആയ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മതം, വർഗം, ജാതി, ഭാഷ എന്നിവയോ അവയിൽ ഏതെങ്കിലും ഒന്നിനെയോ അടിസ്ഥാനമാക്കി യാതൊരു പൗരനും പ്രവേശനം നിഷേധിക്കാൻ പാടുള്ളതല്ല. 29(2). ഓക്കെ, അനുച്ഛേദം 29 എന്ന് പറയുന്നത് 29 എന്ന് പറയുന്നത് മതന്യൂനപക്ഷങ്ങൾക്കും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും സംരക്ഷണം നൽകുന്നുണ്ട് അല്ലേ. മതന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല. 29(1) നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഭിന്നമായ ഭാഷ ലിപി എന്നും കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനുച്ഛേദം 29 സംരക്ഷിക്കുന്നത് റിലീജിയസ് മൈനോറിറ്റീസിന് മാത്രമല്ല, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല സംരക്ഷണം നൽകുന്നത് ആർട്ടിക്കിൾ 29. മറിച്ച് 29 ക്ലോസ് 1 ഭിന്നമായ ഭാഷാ ലിപി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കൃത്യമായി എടുത്തു പറഞ്ഞിരിക്കുന്നുണ്ട് തന്നെ ഈ സംരക്ഷണം ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ആർട്ടിക്കിൾ 29, 30 ഒക്കെ ചേർന്നതാണ് അനുച്ഛേദം 29 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായി ബന്ധപ്പെട്ട അവകാശങ്ങളിൽ പെടുന്നു. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ആർട്ടിക്കിൾ 29ഉം 30ഉം പഠിക്കുന്നുണ്ടല്ലോ, അതിൽ പെടുന്നതാണ് 29. കൾച്ചറൽ ആൻഡ്
എഡ്യൂക്കേഷൻ റൈറ്റ്സ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഓപ്ഷനിലുള്ള മറ്റ് അനുച്ഛേദങ്ങൾ, അനുച്ഛേദം 27 ഞാൻ പറഞ്ഞല്ലോ, 25, 26, 27, 28 ഇതെല്ലാം റൈറ്റ് ടു റിലീജിയൻ ആണ്. അപ്പോൾ അതിൽ 27 ചോദിച്ചിരിക്കുന്നത്. എന്താ 27 നമ്മൾ പറഞ്ഞിരിക്കുന്ന അവകാശം? ഭരണഘടനയിൽ ആർട്ടിക്കിൾ 27 പറഞ്ഞിരിക്കുന്ന അവകാശം എന്താണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പോഷണത്തിന് വേണ്ടി നികുതികൾ കൊടുക്കുന്നത് സംബന്ധിച്ച സ്വാതന്ത്ര്യം. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക മതം അല്ലെങ്കിൽ റിലീജിയൻ പ്രമോട്ട് ചെയ്യുക, അതാണ് പോഷണം എന്ന് പറയുന്നത്. അത് പ്രമോട്ട് ചെയ്യുന്നതിനായി ഉള്ള നികുതികൾ ഏർപ്പെടുത്തുന്നതിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നികുതികളിൽ നിന്ന് ഒരു സംരക്ഷണം ലഭിക്കുന്നതാണ് ആർട്ടിക്കിൾ 27 എന്ന് പറയുന്നത്. എന്തായാലും ഒരു പ്രത്യേക മതത്തിൻ്റെ പ്രമോഷന് വേണ്ടിയുള്ള നികുതികൾ ഏർപ്പെടുത്തുന്നതിന് തടയുന്നു, അതിൽ നിന്ന് നമുക്ക് സംരക്ഷണം തടയുന്നു. പ്രമോട്ട് ചെയ്യുക, പോഷണം, ഏതെങ്കിലും ഒരു മതത്തെ അതിനു വേണ്ടി മാത്രമായിട്ടൊരു പോഷണം, പ്രത്യേക മതത്തിൻ്റെ പോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമോട്ട് ചെയ്യുക. ഓക്കെ, നികുതികൾ കൊടുക്കുന്നത് സംബന്ധിച്ച സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 27. ആർട്ടിക്കിൾ 32 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് വീണ്ടും ഡിസ്കസ് ചെയ്ത് സമയം കളയുന്നില്ല. ദുരിതം അനുഭവിക്കുന്ന ഒരു പൗരൻ്റെ മൗലിക അവകാശങ്ങൾ നടപ്പാക്കുന്നതിനുള്ള പരിഹാര മാർഗങ്ങൾക്കുള്ള, ഭരണഘടനാപരമായ പരിഹാര മാർഗങ്ങൾക്കുള്ള അവകാശം നൽകുന്നു. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം തന്നെ ഒരു മൗലികാവകാശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള അവകാശമായ ആർട്ടിക്കിൾ 32 തന്നെ മറ്റൊരു മൗലിക അവകാശമാണ്. അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മീനിങ്ലെസ് അല്ലേ, അത് അർത്ഥമില്ല. മൗലികാവകാശം കൊണ്ട് മൗലികാവകാശങ്ങൾ മാത്രം നമുക്ക് നൽകിയാൽ പോരാ, അത് സംരക്ഷിക്കപ്പെടുവാനുള്ള പരിഹാരമാർഗങ്ങളും ഭരണഘടനാപരമായ പരിഹാരമാർഗങ്ങളും നമുക്ക് മറ്റൊരു മൗലിക അവകാശമായി തന്നെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആർട്ടിക്കിൾ 32 പ്രകാരം. ഓക്കെ, അതുകൊണ്ടാണ് ബി ആർ അംബേദ്കർ ഇതിനെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ക്ലിയർ ആണല്ലോ. അടുത്തത് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് അല്ലേ. എന്നാൽ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്താണ്? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. 6 മുതൽ 14 വയസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. അതൊരു അവകാശമാണ്. മനസ്സിലായല്ലോ. ആർട്ടിക്കിൾ 21A അതും ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് നമ്മൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമുക്ക് ഈ ഒരു അവകാശം മൗലിക അവകാശമായി മാറിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒട്ടനവധി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഭരണഘടനാ ഭേദഗതി. ഈ അടുത്തും ഏതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആ ഭേദഗതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 86 ഭരണഘടനാ ഭേദഗതി, 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 2002. 86 ഭരണഘടനാ ഭേദഗതി 2002 പ്രകാരമാണ് വിദ്യാഭ്യാസം, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മൗലിക അവകാശമായി മാറിയത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? വെരി സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗമാണ്? നമുക്കറിയാം, ഭാഗം 3. റൈറ്റ് ആൻസർ ഡി ആണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 12 to 35 ഭാഗം 3 അനുച്ഛേദം 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസിൽ എന്താണ്? മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്നു. ഇനി ഓപ്ഷൻസിലുള്ള മറ്റ് ഭാഗങ്ങൾ നമുക്ക് നോക്കാം. പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, രാഷ്ട്രനയങ്ങൾക്കുള്ള നിർദ്ദേശക തത്വങ്ങളാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, രാഷ്ട്രത്തിൻ്റെ നയങ്ങളുണ്ടല്ലോ, പോളിസി, അതിനുവേണ്ടിയുള്ള നിർദ്ദേശ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന DPSP എന്ന് പറയുന്ന എന്താണ് പാർട്ട് 4 ആണ്. അനുച്ഛേദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 36 to 51, ആർട്ടിക്കിൾ 36 to 51. ദെൻ പാർട്ട് 5 ഡീൽ വിത്ത് ദ യൂണിയൻ ഗവൺമെൻറ് അല്ലേ. 3, 4, 4A ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നമ്മൾ ആദ്യം മുതൽ പറയുകയാണെങ്കിൽ പാർട്ട് 1 യൂണിയൻ ആൻഡ് ഇസ് ടെറിട്ടറി, യൂണിയനും അതിൻ്റെ ഭൂപ്രദേശവും. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ്, പൗരത്വം. തേർഡ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DPSP, രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങൾ. 4A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ. അത് കഴിഞ്ഞാൽ പാർട്ട് 5 യൂണിയൻ ഗവൺമെൻറ് അല്ലേ.
യൂണിയൻ ഗവൺമെൻറ്. അതിലെന്തൊക്കെയുണ്ട്? യൂണിയൻ്റെ എക്സിക്യൂട്ടീവ്, യൂണിയൻ്റെ ലെജിസ്ലേച്ചർ, യൂണിയൻ ജുഡീഷ്യറി, അല്ലെ യൂണിയൻ എക്സിക്യൂട്ടീവായിട്ടുള്ള പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ അറ്റോർണി ജനറൽ യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിട്ട്. പിന്നെ യൂണിയൻ ലെജിസ്ലേച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള പാർലമെൻറ്റ്, അത് തന്നെ ലോക്സഭ, രാജ്യസഭ. അത് കഴിഞ്ഞാൽ പിന്നെന്താണ് യൂണിയൻ ജുഡീഷ്യറി, സുപ്രീം കോടതി. ഇങ്ങനെ ഗവൺമെൻറ് 3 വിങ്ങും, യൂണിയൻ എക്സിക്യൂട്ടീവ്, യൂണിയൻ ലെജിസ്ലേച്ചർ ആൻഡ് യൂണിയൻ ജുഡീഷ്യറി, ഇത് 3 ഉൾക്കൊള്ളുന്ന യൂണിയൻ ഗവൺമെൻറ്റാണ് പാർട്ട് 5-ലുള്ളത്. ദെൻ പാർട്ട് 12 ഡീൽസ് വിത്ത് ഫിനാൻസ്, പ്രോപ്പർട്ടി, കോൺട്രാക്ട്സ് ആൻഡ് സ്യൂട്ട്സ്. ഫിനാൻസും പ്രോപ്പർട്ടിയൊക്കെ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ടാണ് ഫിനാൻസും പ്രോപ്പർട്ടിയൊക്കെ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ആർട്ടിക്കിൾ 280 ഫിനാൻസ് കമ്മീഷനും അതുപോലെ 300A എന്ന് പറയുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി, പഴയ റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പോൾ നമുക്ക് ഒരു ലീഗൽ റൈറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട് ആർട്ടിക്കിൾ 300A കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഫിനാൻസും പ്രോപ്പർട്ടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ പാർട്ടിൽ ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പാർട്ട് 12-ലാണ് ഫിനാൻസ് കമ്മീഷൻ്റെ ആർട്ടിക്കിൾ 280യും അതുപോലെ ഈ 300A നിലവിലത്തെ റൈറ്റ് ടു പ്രോപ്പർട്ടിയൊക്കെ ഉൾക്കൊള്ളുന്നത് പാർട്ട് 12. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ചോദ്യത്തിലെ ഓപ്ഷനിലുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം. 2020 ഇത്ര ചോദ്യം മാത്രമല്ല ഫണ്ടമെൻ്റൽസ് ചോദിച്ചത്, ഒരുപാട് ചോദ്യങ്ങൾ ഇനിയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 2 എപ്പിസോഡാക്കിയിരിക്കുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ 2020 മൗലിക അവകാശങ്ങളിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.